നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 15-16 തീയതികളിൽ കന്നി രാശിക്ക് ഗജകേസരി യോഗത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മുടെ നക്ഷത്ര വ്യൂഹം മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതായത് കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചന്ദ്രനും വ്യാഴവും കൂടി ഒരുമിച്ച് യോഗം ചെയ്യുന്നു. ചന്ദ്രൻ അതിൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകത്തിലും വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലും വരികയാണ്. അപ്പോൾ അതിശക്തമായ രീതിയിൽ ഗജകേസരി യോഗം ജൂലൈ 15-16 തീയതികളിൽ കന്യാരാശിക്ക് ഏറ്റവും അനുകൂലമായ അത്യധികം ഗുണാധിക്യമുള്ള 2 ദിവസങ്ങൾ സമ്മാനിക്കുകയാണ്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ 14 വൈകിട്ട് 6:48 PM മുതൽ ജൂലൈ 16 രാത്രി 7:52 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ 15-ാം തീയതി ബുധനാഴ്ച പച്ച അല്ലെങ്കിൽ ഇളം പച്ച അല്ലെങ്കിൽ പച്ച ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാവും. അതുപോലെ തന്നെ 16-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ അല്ലെങ്കിൽ ഇളം മഞ്ഞ അല്ലെങ്കിൽ മഞ്ഞ ഡിസൈനുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കന്യരാശിക്ക് ഈ ദിവസങ്ങളിൽ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ശനി മാത്രമാണ്. ശനി ഇവരുടെ 7ാം ഭാവത്തിൽ, 7ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിത പങ്കാളിയുമായിട്ടുള്ള കണക്ഷനാണ് പ്രധാനമായിട്ടും വരിക. അപ്പോൾ നിങ്ങൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തിക്കൊണ്ടിരിക്കുക. അതേസമയം ബാക്കിയുള്ള 8 ഗ്രഹങ്ങളിൽ 7 ഗ്രഹങ്ങളും ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് നിങ്ങൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ അതിൻ്റെ സംശയങ്ങളെല്ലാം പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഫോൺ വിളിക്കരുത്, വാട്സാപ്പ് മെസ്സേജ് മാത്രം അയയ്ക്കാം. ഓക്കെ, കന്നി രാശിക്ക് മാത്രമല്ല കന്നി ലഗ്നത്തിനും സാധ്യതയാണ്. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത. അതുപോലെ തന്നെ സൂര്യൻ ബുധനും ബുധാദിത്യ യോഗത്തോടുകൂടി കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, ബൗദ്ധിക മേഖലയിൽ അനുകൂലമായ മാറ്റം എന്ന് പറയുമ്പോൾ തൊഴിൽ ഭാഗ്യം എന്ന് പറയുമ്പോൾ തൊഴിൽ തേടി നടക്കുന്ന ചെറുപ്പക്കാർക്ക് പുതുതായിട്ട് തൊഴിൽ ലഭിക്കാം. ജോലി ഉള്ളവർക്ക് തന്നെ കൂടുതൽ ശമ്പളത്തോടു കൂടി മറ്റൊരു ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള വരുമാന മാർഗത്തിൽ നിങ്ങൾക്ക് ശമ്പള വർധനവും ഉണ്ടാകുന്നതാണ്. ആനുകൂല്യങ്ങൾ നേരത്തെ കിട്ടാൻ അവസരമൊരുങ്ങും. അതുകൂടാതെ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാകും. വീടിനടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാം. തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. തൊഴിൽപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങളോ ഉണ്ടായിരുന്നതൊക്കെ ദൂരീകരിക്കപ്പെടാൻ സാധ്യത. പിന്നെ പിതൃഗുണം എന്ന് പറയുമ്പോൾ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. അതായത് പിതാവിന് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും, പിതാവിന് പിതൃതുല്യരായവർക്ക്, എന്തിന് പൂർവികർക്ക് അവരുടെ അനുഗ്രഹവും കിട്ടും. ഈ ജീവിച്ചിരിക്കുന്ന പിതാവും പിതൃതുല്യരായവരിൽ നിന്നും അതുപോലെ തന്നെ ഗുരുതുല്യരായവരിൽ നിന്നും
മാതൃതുല്യരായവരിൽ നിന്നുമൊക്കെ പൊതുവെ ഗുരുജനങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കും ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക്, മുതിർന്ന സന്താനങ്ങൾ വഴി നേട്ടം. അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ, സന്താനങ്ങൾ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ മറ്റ് രീതിയിലുമൊക്കെ അവർക്ക് നേട്ടങ്ങളുണ്ടാവും. അതാണ് ഈ പിതൃഗുണം, സന്താന നേട്ടമെന്ന് ഞാൻ ദിനഫലത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൂടാതെ ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാകും. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും, ദാമ്പത്യ ജീവിതമായാലും സുഹൃത്ത് ബന്ധമായാലും ബിസിനസ് സംബന്ധമായ ബന്ധങ്ങളായാലും അയൽ ബന്ധങ്ങളായാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ബന്ധങ്ങൾ ഊഷ്മളമാകും. അതുകൂടാതെ ഈ സമൂഹത്തിൽ ഉന്നതരുമായിട്ട് നിങ്ങൾക്ക് വ്യക്തിബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗൃഹലാഭം. ഓക്കെ എന്ന് പറയുമ്പോൾ നിരവധി കാര്യങ്ങളുണ്ട്. ഗൃഹലാഭം എന്ന് പറഞ്ഞാൽ വീട് കിട്ടുന്നത് മാത്രമല്ല, വീടുമായിട്ട് ബന്ധപ്പെട്ട പല തരത്തിലുള്ള തടസ്സങ്ങളും, ലോണിൻ്റെ തടസ്സങ്ങളായാലും വീട് വെക്കുന്നതിനുള്ള അവസരമൊരുങ്ങും. അങ്ങനെ നിരവധി കാര്യങ്ങൾ. പിന്നെ വീട് മോടി പിടിപ്പിക്കുക, അതുപോലെ തന്നെ വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ, അതായത് ഭൗതിക സുഖങ്ങൾ. ഇത് ഞാൻ പറയുന്നത് ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇത് മൂന്നും അനുകൂലമായിട്ട് വരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഗജകേസരി യോഗത്തിൻ്റെ ഗുണഗണങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. ഓക്കെ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്. ഓക്കെ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്. പക്ഷേ ഒരു കാര്യമുണ്ട്, വിവിധ സ്രോതസ്സുകൾ കാണണം ഈ ധനവരവ് വരാനായിട്ട്. ഒരു ജോലി മാത്രമായിട്ട് ഇന്നത്തെ കാലത്ത് പൊതുവെ ആരും വരുമാനം മാത്രമായിട്ട്, ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമായിട്ട് പോകുന്ന രീതിയൊക്കെ മാറി. ഇപ്പോൾ ജോലിയുള്ളവർക്ക് തന്നെ, ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെ തീർച്ചയായിട്ടും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ഷെയർ മാർക്കറ്റ് ഏറ്റവും റിസ്ക്കുള്ള ഒരു മേഖലയാണ്, ശരി. എന്നാൽ തന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യാം. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ലൈഫ് ഇൻഷുറൻസും ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസും ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ജോലി തുടർന്നുകൊണ്ട് അതിന് ഭംഗം വരാത്ത രീതിയിൽ തന്നെ സൈഡ് ബിസിനസ്സുകൾ നിരവധി ചെയ്യാം നമുക്ക്. ഇപ്പോൾ വസ്തു ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, അതിനൊന്നും ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള ജോലി ഉപേക്ഷിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങാം. ഓക്കെ, അതും വരുമാന മാർഗമായിട്ട് എടുക്കാം. അതുപോലെ തന്നെ സ്വർണം വാങ്ങുക, അത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ മതി, അത് വില കൂടിക്കൊണ്ടിരിക്കും, അതും ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ നിങ്ങൾ പറയും സ്വർണം മേടിക്കാനൊന്നും കാശില്ല, ലക്ഷക്കണക്കിന് രൂപ വേണ്ടേ സ്വർണം മേടിക്കാൻ? വേണ്ട, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ 1 ഗ്രാം സ്വർണത്തിന് ഏകദേശം 15,000 രൂപയൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ 15,000 രൂപ എവിടെ നിന്ന് സംഘടിപ്പിക്കും? ഇപ്പോൾ നിങ്ങളുടെ ശമ്പളം വെറും 15,000 ആണെന്ന് വിചാരിക്കാം. എന്നാലും നിങ്ങൾക്ക് സ്വർണം മേടിക്കാം. 1 മാസം ശമ്പളം കിട്ടുമ്പോൾ കണ്ണും അടച്ച് നിങ്ങൾ 1 ഗ്രാം സ്വർണം മേടിക്കുന്നു. 1 ഗ്രാമൊക്കെ സ്വർണം കിട്ടും ഇപ്പോൾ. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ വീട്ടു ചിലവിനൊക്കെ പൈസ വേണ്ടേ? നിങ്ങൾ ഈ 15,000 രൂപയ്ക്ക് വാങ്ങിച്ച സ്വർണം പണയം വെക്കുക, 10,000 രൂപ കിട്ടും. ആ മാസം ആ വരുമാനം 15,000 രൂപ വരുമാനമുള്ള ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും 1 ഗ്രാം സ്വർണം മേടിച്ചിട്ട് അത് പണയം വെച്ചിട്ട്, അപ്പോൾ അതിന് പലിശ കണക്കുണ്ട്. പരമാവധി പോയാൽ 10,000 രൂപയ്ക്ക് 1 മാസം 200 രൂപ പലിശയാവുള്ളൂ. അത് മാത്രമല്ല, ഈ ഇതിന് വില കൂടിക്കൊണ്ടിരിക്കും, ഉറപ്പാണ്. അത് കുറച്ച് നാളൊക്കെ താഴ്ന്നിട്ടൊക്കെ പോയാൽ തന്നെയും അത് നമുക്ക് അത് കവർ ചെയ്ത് അതിന് വില കൂടത്തേ ഉള്ളൂ. ഓക്കെ, എല്ലാ കാലത്തും സ്വർണത്തിന് വില കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ പൊതുവിൽ. ഇടയ്ക്കൊക്കെ വില കുറയും, പക്ഷെ എന്നാൽ തന്നെയും നിങ്ങൾ 10,000 രൂപയ്ക്ക് പണയം വെച്ച് നമ്മൾ അത് മാസ ചിലവിന് ഉപയോഗിച്ചിട്ട്
അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ വീണ്ടും 1 ഗ്രാം സ്വർണം മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് അതിൻ്റെ മുതലിൽ അത് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഈ 10,000 രൂപ പണയം വെച്ചല്ലോ, അതിനകത്ത് നിന്ന് കുറച്ച് 1000 2000 വെച്ച് ഒരു മാസം അടച്ചു തീർക്കാം. അങ്ങനെ നമുക്ക് സ്വർണത്തിൽ നിക്ഷേപിക്കാം. അത് 15,000 രൂപ തന്നെ ആവണമെന്നില്ല, എത്ര രൂപ വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിരവധി വരുമാന മാർഗങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തുക. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇത് കൂടാതെ എത്രയോ തരത്തിൽ ഇപ്പോൾ ഒരു ഷോപ്പ് വാടകയ്ക്ക് എടുത്ത് നമ്മൾ ബിസിനസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ വരുമാന മാർഗ ജോലിക്ക് അല്ലെങ്കിൽ തൊഴിലിന് വിഘ്നം വരാത്ത രീതിയിൽ നമുക്ക് നിരവധി സൈഡ് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നിന്നൊക്കെ വരുമാനം വരും. അപ്പോൾ അങ്ങനെയുള്ള വരുമാന മാർഗങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അതായത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെ ഹംസയോഗവുമുണ്ട്. ഉച്ചരാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്, അതുകൊണ്ട് ഹംസയോഗമുണ്ട്. കൂടാതെ ചന്ദ്രനും സ്വക്ഷേത്രപരമായിട്ടാണ് കർക്കിടകം രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രനും വ്യാഴം കൂടെ ചേർന്നുള്ള ആ വലിയൊരു ഗജകേസരി യോഗം കൊണ്ട് എന്തൊക്കെ നേട്ടം? നിരവധി നേട്ടങ്ങളാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, സമൂഹത്തിൽ അംഗീകാരം കിട്ടും, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ വസ്ത്രലാഭം, വാഹനലാഭം, ഗൃഹലാഭം, അങ്ങനെ നിരവധി നേട്ടങ്ങൾ, ഭൗതിക സുഖങ്ങൾ. അതുപോലെ തീർച്ചയായിട്ടും വിവാഹത്തിന് കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത ഒരുങ്ങും. അങ്ങനെയുള്ള നിരവധി നേട്ടങ്ങളാണ് ഈ ജൂലൈ 15, 16 തീയതികളിൽ ചന്ദ്രനും വ്യാഴവും കൂടി അതിശക്തമായ ഗജകേസരി യോഗം സൃഷ്ടിക്കുന്നതിലൂടെ കന്നിരാശിക്ക് ലഭിക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് നിറയെ ഭാഗ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കണം. ഓക്കെ, ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കണം. എങ്ങനെ ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിക്കുന്നത്? തോന്നുമ്പോൾ അമ്പലത്തിൽ പോവുക, തോന്നുമ്പോൾ പ്രാർത്ഥിക്കുക, അതൊന്നും നടക്കത്തില്ല. അങ്ങനെയൊന്നും ഈശ്വരനൊന്നും തിരിഞ്ഞു നോക്കത്തില്ല നമ്മളെ. കാരണം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നത്. അതിനിടയ്ക്ക് നമുക്ക് അവരും കിട്ടും, ദൈവം എന്നെ അങ്ങനെ രക്ഷിച്ചേക്കാണെന്ന് പറഞ്ഞ് ചെയ്യാതൊന്നും അങ്ങനെ തിരിഞ്ഞു നോക്കത്തില്ല. അതിന് ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട്. അതൊക്കെ ഞാനുമായിട്ട് വാട്സാപ്പിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് ഈ ഭാഗം മണിക്കൂറുകളെടുക്കും അതെല്ലാം പറഞ്ഞു തരണമെങ്കിൽ. അത് ഈ ചെറിയ വീഡിയോയിൽ പറ്റില്ല. അത് മാത്രമല്ല, വീഡിയോയുടെ ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കാണാതെ പോകും. അപ്പോൾ കന്നിരാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അടിപൊളി ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മുതലെടുക്കുക, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതിന് ദയവേത് എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഈ ചാനലിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.